നമ്മൾ ഏറ്റവും കൂടുതൽ തളർന്നു പോകുന്നത് എപ്പോഴാണെന്നറിയാമോ? അസുഖം വന്നിട്ടോ സാമ്പത്തികമായിട്ടോ ഒന്നുമല്ല. കാരണം നമുക്ക് പലരുടെ വിചാരമുണ്ട് നമുക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോഴായിരിക്കും നമ്മൾ തളർന്നു പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ സാമ്പത്തികമായിട്ട് തകർന്നു പോകുമ്പോഴായിരിക്കും എന്നൊക്കെ. ഇതൊന്നുമല്ല കേട്ടോ. നമ്മുടെ കൂടെ നിൽക്കുന്ന, നമ്മുടെ എല്ലാമായിരുന്ന ആൾക്കാർ നമ്മളെ ചിലപ്പോൾ തള്ളിപ്പറയും. ആ തള്ളിപ്പറച്ചിലുണ്ടല്ലോ, നമ്മുടെ ഹൃദയത്തിനേക്കുന്ന ഏറ്റവും വലിയ മുറിവായിരിക്കും. അപ്പോൾ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. തിരിച്ച് നമുക്ക് അവരെ ഒന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നമ്മൾ നിൽക്കുകയും ചെയ്യും. അയ്യോ, നിങ്ങളാണോ ഇങ്ങനെ പറയുന്നത് എന്ന്, അല്ലെങ്കിൽ ഇവരിങ്ങനെ പറഞ്ഞോ എന്നിങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും ഇല്ലേ? അല്ല, എനിക്ക് തോന്നുന്നു ഒരു 85% പേരും ഇത് അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. നമ്മുടെ കൂടെയുള്ളവർ, നമ്മുടെ കൂടെ നിൽക്കുമെന്ന് വിചാരിക്കുന്നവർ നമ്മളെ തള്ളി പറഞ്ഞു കഴിയുമ്പോഴുള്ള ഒരവസ്ഥയുണ്ടല്ലോ, അതൊരു വല്ലാത്ത അവസ്ഥയാണ്. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം. നമ്മളെപ്പോഴും എല്ലാവരും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ അവർ നമ്മുടെ കൂടെയുണ്ട്, അവർക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണെന്നൊക്കെ നമ്മളിങ്ങനെ പറയും. അതൊന്ന് കുറച്ചേക്കുക. കാരണം ആർക്കും ആരെയും അങ്ങനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ കഴിയുകയില്ല. അങ്ങനെ ഒരു സ്നേഹം കിട്ടിയാൽ ആ സുഹൃബന്ധം നമ്മൾ ഒരിക്കലും, അല്ലെങ്കിൽ ആ സ്നേഹബന്ധം നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കുകയും വേണ്ട. കാരണം ആരെയും അത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നില്ല എന്നാണ് ഈ ലോകം നമുക്ക് കാണിച്ചു തരുന്നത് ഇല്ലേ? എന്തെങ്കിലുമൊക്കെ കാര്യലാഭം ആർക്കാണ്, ഭാര്യയാണേലും ഭർത്താവാണേലും മക്കളാണേലും അച്ഛനമ്മയാണെങ്കിലും അവർക്കൊക്കെ ഉണ്ട്. അതിൽ നിന്ന് എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ടായിരിക്കും അവർ നമ്മളെയോ അല്ലെങ്കിൽ നമ്മൾ അവരെയോ സ്നേഹിക്കുന്നത്. ശരിയാണോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. അത് കിട്ടാതെ വരുമ്പോൾ നമ്മൾ വിഷമിക്കുക തന്നെ ചെയ്യും.